ഈശ്വര, ഇത് എന്തൊരു നാട്? വഴി വെച്ച വണ്ടിയിട്ട് ഓടണം തെണ്ടികളോ? ഹായ് അപ്പൂപ്പൻ്റെ അടി. നല്ല രസം. അവിടെ നിൽക്ക് മാഷേ. ഞാൻ ഈ കല്ലൂർക്കാരന്റെ അനിയനാ. കല്ലൂർക്കാരന്റെ വീട് ഏതാ? എന്തോ? ഞാൻ ഈ കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാ. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്? സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി. ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി. ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാൻ നല്ല സുഖമുണ്ട്. യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ കളി. അതെ മാഷേ, ഈ കല്ലൂർക്കാരന്റെ വീടേതാ? കല്ലൂർക്കാരൻ അറിയോ? അറിയുന്നോ? കല്ലൂർക്കാരന്റെ ആരാ? വകയിലൊരു അനിയനാ. നാട്ടീന്നാ. ഏത് വകയില്? വകയിൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും. അനിയൻ. അനിയൻ. എന്താ പേര്? സത്യനാരായണൻ. ബ്രാഹ്മണനാ, സംശയിക്കണ്ട. ശുദ്ധ ബ്രാഹ്മണൻ. അച്ഛന്റെ അതേ കളറാ, ഗ്യാരണ്ടി കളറേ. ഇവന്മാരാണോ കല്ലൂർക്കാടന്മാര്? അയ്യോ ഞാൻ കല്ലൂർക്കാരൻ ആരുമല്ല. എന്റെ പൊന്നു സാറേ, ഞാൻ കല്ലൂർക്കാരന്റെ അനിയനാണ്. അഞ്ചാമത്തെ അനിയൻ സത്യ. എനിക്കെല്ലാം അറിയാം. ഈശ്വരാ, ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഇതാ, ഇത് 10,000 രൂപയുണ്ട്. കല്ലൂർക്കാരനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ജോണിച്ചൻ തന്നാന്ന് പറഞ്ഞാ മതി. വരട്ടെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, എനിക്കിവിടെ കല്ലൂർക്കാടൻ കമ്പനി ജോലി കിട്ടി. ദിവസവും 10,000 രൂപയാണ് ശമ്പളം. അത് ചിലപ്പോൾ 15 ആകാം, 20 ആകാം. ഇക്കണക്കിന് പോയാൽ അടുത്ത് തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ്. ദിവസവും 3-4 പേരെങ്കിലും എൻ്റെ കാല് പിടിക്കാറുണ്ട്. കല്ലൂർക്കാടൻ മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു. കല്ലൂർക്കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുതെന്ന് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ, ബികോം.